ഒരുത്തൻ അന്ധകാര ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതെല്ലാം ദൈവമാണ്. ഹല്ലേലൂയ. പിശാച് ഇതുപോലെ എത്ര തീയമ്പുകൾ നിന്റെ നേരെ അഴിഞ്ഞു വിട്ടാലും എഴുതു വിട്ടാലും, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവം നമുക്ക് പരിചയമായിരിക്കുന്നതിനാൽ, ദൈവം നമുക്ക് കോട്ടയായിരിക്കുന്നതിനാൽ അത് നിന്റെ മേലെ സാവാതെ വേണോ. ദൈവത്തിന്റെ സംരക്ഷണ വലയിൽ നീ നിന്റെ കുടുംബവും കാക്കപ്പെടുമെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ പുറത്താണ് നിന്റെ വാസമെങ്കിൽ, ഹല്ലേലൂയ, ശത്രു നിന്റെ മേലെ എന്ത് ചെയ്തിട്ടാലും അത് നിന്റെ ജീവിതത്തിൽ ഏറ്റും. ഹല്ലേലൂയ. നിന്നെ സംരക്ഷിക്കുവാൻ ഒരു സംരക്ഷണ വലയത്തിൽ നീ ഇതുവരെ എത്തിയിട്ടില്ല. നിന്റെ ജീവിതം അതിന്റെ അടുത്ത് വന്നിട്ടില്ല. നീ അതിനായി സമർപ്പിച്ച് കൊടുത്തിട്ടില്ല. നീ അതിനെ ഒന്നിൽ അറിഞ്ഞിട്ടില്ല. സ്തോത്രം. പലപ്പോഴും അറിഞ്ഞെങ്കിലും പലപ്പോഴും അതിനെ അംഗീകരിക്കാതെ നിൽക്കുമ്പോൾ പിശാചിന്റെ വലയത്തിനുള്ളിൽ തന്നെയാണെന്ന് ഇന്ന് പകൽക്കാലം മറക്കരുത്. നിങ്ങൾ എന്നോട് അടുത്തു വന്നാൽ ഞാൻ നിങ്ങളോട് അടുത്തു വരുന്ന തിരുവചനം പറയുമ്പോൾ നാം അടുത്തു ചെല്ലുവാനായി, ഹല്ലേലൂയ, അവന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് പകരപ്പെടുവാനിടയായി തീരും. എനിക്കറിയാം, നാട്ടിലൊരു ദൈവദാസൻ ഒരു സ്ഥലത്ത് പോയി, സ്തോത്രം, താൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ച് അവരിങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ഒരു സ്ത്രീയിൽ ഒരു ദുരാത്മാവ് ഇളകുവാനിടയായി തീർന്നു. സ്തോത്രം. അവരിങ്ങനെ മുടിയെല്ലാം അഴിച്ചിട്ട് അവിടെ കിടന്ന് സർപ്പമാടുന്നതോട് ആട്ടി ബഹളമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, ആ ദൈവദാസൻ പല കാര്യങ്ങൾ ആ പിശാചിനോട് യേശുവിന്റെ നാമത്തിൽ ചോദിച്ചു. നീ എവിടെ നിന്ന് വരുന്നു? നീ എന്തിനാണ് ഈ സ്ത്രീയിൽ ഇങ്ങനെ ഹല്ലേലൂയ അസഹ്യമുണ്ടാക്കുന്നതൊക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങൾ സംസാരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവദാസൻ പറയുന്നു, നിനക്ക് ഈ സ്ത്രീയിൽ കടക്കുവാനും ഈ ഭവനത്തിന്റെ കോമ്പൗണ്ടിൽ വരുവാനും എങ്ങനെ കഴിഞ്ഞു? നീ ഒരു കാര്യം ചെയ്യ്, നീ ഞാൻ പാർക്കുന്ന ഭവനത്തിൽ നീ എന്ന് പോകാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവൾ അല്പനേരം മൗനമായി ഇരുന്നിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, അത് പോവുകയും ഈ സ്ത്രീ വളരെ ശാന്തമായി അവിടെ ഇരിക്കുവാനിടയായി തീർന്നു. ഈ ദൈവദാസന്റെ വീട് അവിടെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഒരു 10-20 കിലോമീറ്റർ ദൂരെയായി ദൈവദാസന്റെ വീട്. സ്തോത്രം. അങ്ങനെ വളരെ സമയം ശാന്തമായിരുന്നു. ഇവർ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥന നടന്ന് ഏതാണ്ട് ഒരു സ്തോത്രം 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സഹോദരി എന്ത് ചെയ്തു? ഇങ്ങനെ ആടാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ദൈവദാസൻ ചോദിച്ചപ്പം, ഹല്ലേലൂയ, നീ ഞാൻ പാർക്കുന്ന ഭവനത്തിൽ പോയോ എന്ന പിശാചിനോട് ചോദിച്ചപ്പം അവള് പറഞ്ഞു, ഞാൻ പോയി. എന്നിട്ട് നീ എന്റെ ഭവനത്തിൽ കയറിയോ? ഇല്ല. എന്താ കയറാഞ്ഞേ? അത് നിന്റെ ഭവനത്തിന് ചുറ്റും തീയല്ലേ, എനിക്ക് എങ്ങനെ അതിനകത്ത് കടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ദൈവദാസൻ ചോദിച്ചു, ചുറ്റിനുമല്ലാതെ തീയുള്ളോ? നീ ഇവിടുന്ന് പറന്നല്ലേ പോയേ? പറന്ന് മേളിൽ കൂടി ഇറങ്ങാൻ പറ്റത്തില്ലയോ? അന്നേരം പിശാച് പറഞ്ഞു, ഇല്ല, ആ തീച്ചാല മുഴുവൻ നിന്റെ ഭവനത്തെ ഇങ്ങനെ മൂടി മറച്ചിരിക്കുക. സ്തോത്രം. ആ കയറി പോകുന്ന വഴി, അവിടെ നിൽക്കുന്ന മരം, വൃക്ഷം, അടയാളം എല്ലാം ആ പിശാച് ദൈവദാസൻ ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തു. അത് തന്നെയല്ലേ. അപ്പൊ പിശാചിനെല്ലാം അറിയാം കേട്ടോ, വഴികളെല്ലാം അറിയാം. നമ്മുടെ വഴികളും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ പോക്കുകളും നമ്മുടെ സംസാരങ്ങളും ചിന്തകളും നമ്മളിലുള്ള പാപങ്ങളും എല്ലാം ആർക്കറിയാം? പിശാചിന്. ദൈവത്തിന് നമ്മളെ അറിയാവുന്ന കൂട്ട് അവനും ഇതെല്ലാം അറിയാം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സ്തോത്രം. ഒരു ദൈവഭക്തനായി നീ ജീവിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭവനവും നിനക്കുള്ള സകലതും ഇയ്യോബിന് ചുറ്റും വേലികെട്ടി സൂക്ഷിച്ചതുപോലെ ദൈവത്തിന്റെ അഗ്നിശാലയിൽ മറയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരന്ധകാരത്തിൽ നിന്റെ ജീവിതത്തെ തൊടാൻ കഴിയത്തില്ല. ഒരു ദുഷ്ടന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ ഫലിക്കാതെ ദൈവത്തിന്റെ കരുതലായിരിക്കുമെന്ന് മറന്നു പോകരുത്. ബാഹ്യമായ കണ്ണുകൊണ്ട് പലപ്പോഴും നിനക്കൊന്നും കാണുവാൻ കഴിയത്തില്ലല്ലോ. ദൈവത്തിന്റെ ദർശനം കാണണമെങ്കിൽ ആത്മീയ കണ്ണുകൾ പ്രകാശിക്കണം. എപ്പോഴും നിന്റെ ഭവനത്തിൽ അഗ്നിശാലയുടെ കാവൽ ദൈവം ഏർപ്പെടുത്തുന്ന എന്തിനാണെന്നറിയാമോ? ഈ ലോകം മുഴുവനും ദുഷ്ടന്റെ അധീനയിൽ കിടക്കുന്നുകൊണ്ട് തന്റെ ജനത്തെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് അധികാരവും ഉത്തരവാദിത്വം ഉള്ളതിനാൽ ദൈവം തന്റെ ദൂതന്മാരെ എപ്പോഴും അവിടെ നിർത്തുവാനിടയായി തീരും. ഇയ്യോബ് ഭക്തനായ മനുഷ്യനായതുകൊണ്ട് അവനോട് പറയുന്നത് എന്താ? ചുമ്മാതാണോ എനിക്ക് നിന്നെ അവൻ ആരാധിക്കുന്നത്? നീ അവൻ അനുഗ്രഹമെല്ലാം കൊടുത്തിരിക്കുകയല്ലേ. നീ അവനും അവന്റെ ഭവനത്തിനും അവനുള്ള സകലത്തിനും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയല്ലയോ എന്ന് പിശാച് ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിന് വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓടിച്ച് പറയാം. ഇയ്യോബിന് വേലി, ഇയ്യോബിന്റെ ഭവനത്തിന് വേലി, അവനുള്ള സർവത്തിനും വേലി. എത്ര വേലിയാ? 3 വേലിയാ. ഹല്ലേലൂയ. ഒരു പിശാചിനും ഈ ലോകം മുഴുവനും കൂടെ ഇളകി വന്നാലും അവനെ തൊടാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ സംരക്ഷണ വലയം